ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കല്ലറയിലേക്ക് വന്നേക്കാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അവസാനം ഇവിടെ മരണം. ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തൊരു ശക്തി. ഇപ്പോൾ എല്ലാ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ എല്ലാ ജീവനുള്ള വസ്തുക്കൾക്ക് എല്ലാത്തിനും ഒരു അന്ത്യമുണ്ട്. ഇപ്പോൾ മരണത്തിലൂടെ എല്ലാവരും അവിടെ നിൽക്കും. ഇപ്പോൾ പല മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ അവസാനം ഇതിവിടെയാണ്, ഈ കല്ലറ അല്ലെങ്കിൽ ചാരാക്കി വിടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവരുടെ മനുഷ്യന്മാരുടെ ഒരു നിലപാട്. ഇപ്പോൾ പോയി മരിച്ചു അവൻ്റെ ജീവിതം ഇപ്പോൾ മാക്സിമം ജീവിതം എൻജോയ് ചെയ്യുക, അത് കഴിഞ്ഞ് മരിക്കുക, കഴിഞ്ഞു, അവൻ്റെ കഥ കഴിഞ്ഞു. പക്ഷേ ഇവിടെ ജീവിക്കണമെന്താണ്? യോഹന്നാൻ 11:25 ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്ന് വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ഇതിൽ പറയണത് ദൈവത്തിൽ വിശ്വസിച്ച് നമ്മൾ മരിച്ചാലും ജീവിക്കും. അപ്പോൾ അത് എന്താണ്? ഇപ്പോൾ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നാണ് ക്രിസ്ത്യൻ മതത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യൻ മതമായിട്ട് നിങ്ങൾ ചിന്തിക്കില്ല, എന്നാൽ യേശു നമ്മളെ പഠിപ്പിച്ചതാണ് മരണത്തിന് ശേഷം ഒരു ജീവനുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് മാത്രം മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ സ്വർഗ്ഗത്തിൽ പോകും. അപ്പോൾ സ്വർഗ്ഗം നരകമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആൾക്കാർക്ക് വലിയൊരു ക്വസ്റ്റ്യനാണ്. അതുണ്ടാ, സ്വർഗ്ഗ നരകമൊന്നും ഇല്ല, ഭൂമി തന്നെയാണ് സ്വർഗ്ഗം നരകം. അപ്പോൾ അതൊക്കെ അവരൊരു ചിന്താഗതിയുടെ പ്രശ്നമാണ്. അപ്പോൾ വ്യക്തമായിട്ട് ബൈബിളിലൊക്കെ ഉണ്ട് ഇതിന് ശേഷം നമ്മൾ സ്വർഗത്തേക്ക് പോകും അല്ലെങ്കിൽ നരകത്തേക്ക് പോകും. അത് അങ്ങനെ രണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ സ്ഥലങ്ങളുണ്ട്, വിശ്വസിക്കാത്തവർക്ക് അതൊന്നുമില്ല. അപ്പോൾ അവർ എന്തും പറയും. അപ്പോൾ നമ്മൾ അതുപോലെ വിശ്വസിക്കാത്തവരുടെ കൂട്ടത്തിൽ പെട്ട് പോകാണ്ട് സ്വയം ഇങ്ങനെ ചിന്തിക്കുക, ഈ ദൈവം പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോയെന്നും, അതുപോലെ തന്നെ എന്താണ് ദൈവം ഈ ആളുടെ ഈ ജീവിതത്തിലൂടെ എന്തൊക്കെയാണ് നമ്മൾക്ക് നൽകാനുള്ള സന്ദേശങ്ങൾ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് ഇതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ജീവിതത്തിലോ സന്തോഷിക്കുക. അതുപോലെ തന്നെ പല ആൾക്കാരും പറയാം, ഈ ജീവിതം തന്നെ മടുത്തു, ഈ ജീവിതം കഴിഞ്ഞിട്ട് വേറെ നമുക്ക് വേണ്ട. എന്നാൽ അവരെടുത്ത് ഇപ്പം മരിക്കുകയെന്ന് വെച്ചാൽ അവർക്ക് ആ മനസ്സിലുകൊണ്ട് തയ്യാറാവില്ല. ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുറേ ആൾക്കാർ മരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട്. അവരൊക്കെ എന്തുകൊണ്ടും മരിക്കാൻ ആഗ്രഹിക്കുമെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ അത്രമാത്രം കഷ്ടപ്പാടും സാധനങ്ങളും അതും ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, ഒരാളാഗ്രഹിക്കുന്നില്ല എൻ്റെ ജീവിതം കഷ്ടപ്പെടാൻ. ഇതൊക്കെ ദൈവത്തെ നമ്മൾ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരുവിധം കഷ്ടപ്പാടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടലുണ്ട്. അപ്പോൾ എന്നാലൊരു ലിമിറ്റഡ് ഇത് രക്ഷപ്പെടലൊക്കെ ഉണ്ടാവില്ല. സഹനങ്ങൾ എന്നും ജീവിതത്തിലുണ്ടാവും. പക്ഷേ അല്ലെങ്കിൽ ഒരു ലൈഫിലൊരു അർത്ഥമില്ല. അപ്പോൾ നമ്മൾ ദൈവത്തെ അല്ലെങ്കിൽ മറന്നുപോയി, ഇന്നും സുഖം ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ മറന്നുപോകും. അപ്പോൾ സഹനങ്ങൾ എന്നും ജീവിതത്തിലുണ്ട്. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് വലിയൊരു മംഗളവാർത്ത കൊണ്ടറിയിച്ചു, ദൈവത്തിൻ്റെ പുത്രൻ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് മാതാവിന് ഉണ്ടായ ആ അവസ്ഥ ജീവിതത്തിൽ നോക്കിയ സ്വന്തം മോനെ കുരിശ് തറച്ചു കൊന്നു, ഇതൊക്കെ കാണണം. അപ്പോൾ അത് രാജാവാണ് ജനിക്കണമെന്ന് പറഞ്ഞാലും ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളുണ്ടായി മാതാവിന്. അപ്പം അങ്ങനെ ആയിരിക്കും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയാലും നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളില്ല എന്നല്ല, സഹനങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷെ എന്നാലും അതിന് ശേഷം ഒരു ലൈഫുണ്ട്. അതിന് ശേഷം ഇപ്പോൾ ഈശോ പറഞ്ഞു, ഇപ്പോൾ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് നമ്മൾ പോകുമെന്ന് പറഞ്ഞു. ഇതിന് ശേഷം സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ ഇതുപോലെ നമ്മുടെ ഈ ജീവിതം പോലെ ഒന്നുമല്ല. പിശാച് ആരും ഒന്നും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ സന്തോഷമായിട്ട് അവിടെ ദൈവത്തിൻ്റെ കൂടെ നമ്മളിങ്ങനെ ആളുടെ കൂടെ ആളൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ട്, അതുപോലെ നമ്മളിങ്ങനെ ചില്ല് ചെയ്ത് നടക്കായിരിക്കും ആളുടെ കൂടെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു രക്ഷാകര വാർത്ത. അപ്പോൾ ഇതിന് ശേഷം നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ വീടുകളും കൊട്ടാരങ്ങൾ പോലെയൊക്കെ ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെടും എന്ന് പറയാം. ഇവിടെ ഉണ്ടാക്കുന്നത് അവിടെ നമ്മുടെ ഇവിടെ ചെയ്യുന്ന നന്മകൾ ഇവിടെ അല്ലാണ്ട് ഇവിടെ ബിൽഡിങ് ഉണ്ടാക്കുന്നതല്ല. ഇവിടെ നമ്മുടെ നന്മകളൊക്കെ വെച്ചിട്ടാണ് നമ്മളെ സ്വർഗത്തിലോട്ട് എടുക്കുമ്പോൾ അവിടുത്തെ നമ്മളെ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ സഹനങ്ങളുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ പലരും സഹനങ്ങളുള്ളത് കൊണ്ട് ജീവിതത്തെ വറക്കല്ല, അത് ദൈവം തന്ന അനുഗ്രഹങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ ജീവിതത്തിലായാലും എനിക്ക് എന്നും സന്തോഷമാകുമ്പോഴാണ് പാപത്തിലേക്ക് ഓടാം. അപ്പോൾ എന്നും സന്തോഷം, ഇപ്പം ഇത്തിരി സഹനങ്ങൾ അത് ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കും. അപ്പോൾ ദൈവത്തെ വിളിക്കും. അതുപോലെ തന്നെ ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു മനസ്സുണ്ടാവണമെങ്കിൽ നമുക്കൊരു ഇത്തിരി സഹനങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവണം. അപ്പോൾ ആ സഹനങ്ങൾ വരുമ്പോൾ ഞാൻ ദൈവത്തെ വിട്ട് കളഞ്ഞിട്ടോ ദൈവം ഇല്ല, ദൈവം ഉണ്ടായിരുന്നു എനിക്ക് ഈ ഗതി വരുത്തോ, അതല്ല,
ദൈവം നിനക്ക് ആ ഗതി വരുത്തുന്നത്, ആ ഗതിയിൽ നീ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഉണ്ടാവും. അത് അറിയിക്കാനായിട്ടാണ് ദൈവം നമ്മുടെ അടുത്ത് സഹനങ്ങൾ ഉണ്ടാവുമെന്ന് പറയണത്. കൂട്ടുകാരൻ വന്നിട്ടാണ് അങ്ങനെ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. ഇനി പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ജീവി കല്ലറയിൽ എടുക്കണവർക്കൊക്കെ ഇതിൻ്റെ അപ്പുറത്ത് അവർക്ക് വേറൊരു ജീവിതമുണ്ട്. അപ്പോൾ അവരൊക്കെ സ്വർഗത്തിലെത്തിൻ്റെ, ഇവിടെ ഉള്ളവരൊക്കെ സ്വർഗത്തിലെത്തിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. ഇവരോട് പ്രാർത്ഥിക്കാനല്ല, ഈ മരിച്ചവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരുടെ അടുത്ത് വന്ന് നമ്മൾ പ്രാർത്ഥിക്കില്ല. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനത്തെ മണ്ടത്തരമുണ്ട്. ഇവിടെ വന്നിട്ട് ഇവരുടെ അടുത്ത് പ്രാർത്ഥിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു മണ്ടത്തരം. ഇവർ ദൈവങ്ങളല്ല, ഇവർ മരിച്ചവരെ, ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കല്ലറ കുർബാന, മരിച്ചവരുടെ കുർബാന മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള കുർബാനയാണ്. അപ്പോൾ അങ്ങനത്തെ ചിന്താഗതിയിലൊന്നും തെറ്റുകൾ പറ്റരുത് മനുഷ്യർക്ക്. ഇവരെടുത്ത് വന്ന് പ്രാർത്ഥിക്കാനില്ല, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരവിടെ കിടന്ന് ഇങ്ങനെ ശുദ്ധീകരണ സ്ഥലം ഉണ്ടെന്ന് പറയുന്നത്. ശുദ്ധീകരണ സ്ഥലത്ത് ആൾക്കാർ കുറേ പേര് എടുക്കണം. ശുദ്ധീകരണ സ്ഥലം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, അങ്ങോട്ട് പോകണം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഒരുവിധ ആൾക്കാരെ നമുക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നമുക്ക് രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവരൊക്കെ ഇവിടെ പ്രാർത്ഥന പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടാണ്ട് ഇവിടെയൊക്കെ വന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ ഞാനും ഇവിടെയൊക്കെ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ 10 നന്മ നിറഞ്ഞ് പരിശുദ്ധ നിറഞ്ഞൊക്കെ എത്തിയിട്ട് ഞാൻ പോകാൻ നോക്കാം. അത് തന്നെ ഒരുപാട് സമയം എനിക്ക് ഫീൽ ചെയ്യും. 10 എത്തിച്ച് വരുമ്പോഴേക്കും എല്ലാവരും പ്രാർത്ഥിച്ച് പോയി. അപ്പോൾ എനിക്ക് 10 എത്തിച്ച് തീർന്നില്ലെങ്കിലും അപ്പോൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ മടി കൂടുമ്പോൾ സ്പീഡ് കൂടുമ്പോൾ എത്തിക്കും. പക്ഷെ എന്നാലും ഒരു 10 കറക്റ്റായിട്ട് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മളെ വീട്ടുകാർക്ക് എത്തിക്കുക. അതുപോലെ തന്നെ പറ്റുകയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ആത്മാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. അപ്പോൾ ഇവരെ നമ്മൾ രക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗുണമുണ്ട്. അവരവിടെ പോയിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മളെ ഒരു വിധം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മളെ രക്ഷിക്കും. അപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ടായാലും ഇവർ പ്രാർത്ഥിക്കും. ഇവരെ രക്ഷിച്ച് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർ പറയും, ഇവർ സ്വർഗത്തിലെത്തി, നല്ലവരെ അവിടെ എത്തി. പിന്നെ അവർ നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ ഇവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിച്ച് നല്ലവരായിട്ട് ജീവിക്കുക. ഈശോ പറഞ്ഞതനുസരിക്കുക. അതുപോലെ തന്നെ ഈശോയിൽ വിശ്വസിക്കുകയാണെങ്കിൽ ആൾ പറയുന്നതൊക്കെ അനുസരിക്കും. അല്ലാണ്ട് വെറുതെ ഞാൻ ഈശോനെ വിശ്വസിക്കുന്നു എന്നാൽ എനിക്ക് തോന്നിയത് ചെയ്യാം, അങ്ങനെയല്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുസരിക്കും, ആളുടെ വാക്കുകൾക്ക് വില കൊടുക്കും. അപ്പോൾ അതുപോലെ വിശ്വസിച്ച് അനുസരിച്ച്, അതുപോലെ തന്നെ എപ്പോഴും ഞാൻ പറയുന്നൊരു മെയിൻ കാര്യം സംസാരിച്ച് കുർബാന സ്വീകരിക്കുക. അല്ലാണ്ട് ഒരാൾ സ്വർഗത്തിലേക്ക് ഇല്ല, വേറൊരു വഴിയില്ല. അപ്പോൾ അതാണ് ഈശോ കുരിശിൽ ഇറക്കപ്പെട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ദൈവത്തിൻ്റെ ശക്തി, ദൈവം മനുഷ്യനായി പിറന്നു. അപ്പോൾ അത്രയും ശക്തിയുള്ള ഒരാൾ എന്തിനീ നമ്മളെ പോലുള്ളവരുടെ മുന്നിൽ തോറ്റു കുരിശുമ്മ തറക്കുക? അപ്പോൾ അത് ആൾ നമുക്ക് വേണ്ടി സഹിച്ചതാണ്. കുറേ എണ്ണങ്ങൾ ഇങ്ങനെ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ സഹിച്ച് പിടിച്ച് നിൽക്കുക. അതിൻ്റെ അപ്പുറത്ത് വേറെ ഉണ്ടാവും. 3-ാം ദിവസം ഇങ്ങോട്ട് വന്നു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 3 ദിവസം ആളെവിടെയായിരുന്നു ചോദിച്ചാൽ അതറിയില്ല. അത് ഇവരുള്ളവർക്ക് രക്ഷിക്കാൻ വേണ്ടി പോയതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആ മരിച്ചിരിക്കുന്ന ടൈം മരിച്ചവർക്ക് വേണ്ടിയിട്ട് ആൾ ചോദിച്ചു ശുദ്ധീകരണ സ്ഥലത്തുള്ളവർക്കൊക്കെ അവർക്ക് എന്തെങ്കിലും ടാസ്ക് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾക്ക് രക്ഷപ്പെടാനായിട്ട് കുർബാന സ്വീകരിക്കും, ഈശോനെ സ്വീകരിച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇവർക്കും അതുപോലെ തന്നെ രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ദൈവം ചെയ്തു വെച്ചിട്ടുണ്ടാവുക. അല്ലാത്ത പക്ഷേ പിന്നീട് നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുക. അപ്പോൾ ഇവരും രക്ഷപ്പെടുത്തുക. അപ്പോൾ മരിച്ചവരും അവർ നരകത്തിൽ പോവും. ഇനി നമുക്കൊരു രക്ഷയില്ല, നമ്മളും കൂടെ പോവുക. അങ്ങനെയല്ല. നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഭയാനകമായൊരു സ്ഥലമാണ്. ചെകുത്താന്മാർ പോലും പറയും അങ്ങോട്ട് പോകണ്ട, ദൈവം നരകം ഉണ്ടാക്കി വെച്ചിരുന്ന് ചെകുത്താനെ പിടിച്ചിടാൻ. അപ്പോൾ വേറെ ഇറ്റുകളൊക്കെ ആയാലും പിശാചി ബാധിതനെ ശുദ്ധിപ്പെടുത്തുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ അതിൽ ഈശോ അവരെ ആ പിശാചി ബാധിതനുള്ളിലുള്ള പിശാചികളൊക്കെ ഈശോൻ്റെ അടുത്ത് പറയും ഞങ്ങളെ നരകത്തിൽ വിടല്ലേ എന്ന് പറയുമ്പോഴാണ് ഈ പന്നീരുടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് പന്നികൾ പോയി കടലിൽ പോയി ചാടുന്നത്. അപ്പോൾ അവർക്ക് പോലും പോകാൻ അത്രയ്ക്കും ഇഷ്ടമല്ല. അപ്പോൾ അത്രയും ഭയാനകമായൊരു സ്ഥലമാണ് ഈ നരകം. ഇവിടെ നിന്ന് പറയുമ്പോൾ എനിക്ക് നരകം സ്വർഗ്ഗം ഇത്രയ്ക്ക് ഒരു ഇതുള്ളൂ. അത് എനിക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി പറയാനുള്ള ഒരു ഇതില്ല. നിങ്ങൾ തന്നെ വിശ്വാസത്തിലൂടെയാണ് അതിൻ്റെ ഒരു ഭീകരതയും കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ദൈവം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലുള്ള ആ ഒരു സത്യത അതൊക്കെ നിങ്ങൾക്ക് വെളിപ്പെടണമെങ്കിൽ, അതുപോലെ തന്നെ പല കാര്യങ്ങളും ഈ ബൈബിളിൽ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ഇതെന്തിട്ടത് പോസിബിളല്ല.
പോസിബിൾ അല്ലാത്ത കാര്യം പോസിബിൾ ആക്കണതാണ് ദൈവം. അതാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. നമുക്ക് പറ്റാത്തത് ആൾ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വിചാരിക്കും ഇമ്പോസിബിളാണ്. ദൈവത്തിന് എല്ലാം പോസിബിളാണ്. അപ്പോൾ അത് ആ ഒരു സത്യങ്ങളൊക്കെ മനസ്സിലാക്കി എല്ലാവരും ഗുഡ് ബോയ്സ് ആൻഡ് ഗേൾസ് ആയിട്ട് വളരുക. അതുപോലെ തന്നെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുക, ഈശോനും മനസ്സിലോട്ട് സ്വീകരിക്കുക. അപ്പോൾ നമ്മൾ അതുപോലെ ഇപ്പോൾ എന്നാലും നമ്മൾ കുറച്ച് കുഞ്ഞു പാപത്തിലേക്ക് പോകും. പക്ഷേ ആദ്യം പാപങ്ങൾ എന്താണെന്ന് പഠിക്കണം, ഏതൊക്കെ തരം. ഇപ്പോൾ കുറേ യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാപത്തെ പറ്റി പറയുന്നുണ്ട്. എന്നാലും ആദ്യം പാപങ്ങളെക്കുറിച്ചൊരു വ്യക്തത ബോധ്യത ഉണ്ടാവണം. ഏത് പാപമാണ് നമ്മളെ മനസ്സിനെ നശിപ്പിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇത് നോക്കണം. അല്ലാണ്ട് ചെയ്യണ എല്ലാ കാര്യത്തിലും പാപങ്ങളുണ്ടാവും. പക്ഷെ അതിൻ്റെ കുഞ്ഞീതിനും ഇപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോ സ്ക്രിപ്റ്റ് പിടിച്ചു. അപ്പോൾ അതുമ്മ കുത്തിപ്പിടിച്ചിരിക്കാൻ നോക്കുകയാണെങ്കിൽ ആർക്കും രക്ഷ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനെ പയ്യെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അപ്പോഴാണ് നമുക്കത് വിട്ട് കളയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പം എനിക്ക് ഇന്ന പൊട്ട സ്വഭാവങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് ജന്മം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും അല്ല. അതിനാണ് ദൈവം. നമ്മൾക്ക് ദൈവം അവിടെ നിൽക്കണത് എന്തിനാണ്? നമ്മൾക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഒന്ന് രക്ഷിക്കുക, എൻ്റെ ഈ സ്വഭാവത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഈ പാപങ്ങളിൽ നിന്ന് തന്നെ രക്ഷിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ രക്ഷിക്കും. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇത്. അപ്പോൾ അത് ഇന്ന് തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് അത്യാഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി പയ്യെ വെയിറ്റ് ചെയ്ത് വിശ്വസിച്ച്, അതുപോലെ തന്നെ എന്ത് സഹനങ്ങൾ വന്നാലും ദൈവത്തെ ദൈവം ഒന്നുമില്ല, എനിക്ക് സാധനങ്ങൾ രണ്ട് കാര്യം നമ്മൾ ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മൾ പറയും ദൈവമുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം നടക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ദൈവമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സാവില്ല. നമ്മൊരു അങ്ങോട്ടും ചാടിക്കണ കളിക്കുന്ന ആൾക്കാരാണ്. നമ്മൊരു സ്റ്റാൻഡിൽ നിൽക്കണം. ആണുങ്ങൾ സ്റ്റാൻഡിൽ നിൽക്കണം, അതുപോലെ സ്റ്റാൻഡിൽ നിൽക്കണം. പെണ്ണുങ്ങൾ സ്റ്റാൻഡിൽ നിൽക്കണം. അപ്പോൾ അവർ അവിടെ നിന്നിട്ട് ഇതാക്കണം. ആണുങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആണ് ജീവിക്കേണ്ടത്, പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ആണ് ജീവിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഇത് അത് നമ്മൾ ബൈബിള് പഠിക്കുമ്പോൾ അത് കാര്യങ്ങൾ അറിയാൻ പറ്റും. എല്ലാ കാര്യങ്ങളും കുത്തി പറയുന്നല്ല, എന്നാലും കുറച്ച് നമ്മൾ അത് ഓരോ വചനങ്ങൾ തന്നെ വായിക്കുമ്പോൾ അറിയാം അവരാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുടുംബം എങ്ങനെ വളർത്തണം എന്നുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം ആണ് പെണ്ണ്, അതുപോലെ മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്യേണ്ട കടമകൾ, മക്കൾ മാതാപിതാക്കൾക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ പള്ളിയിൽ ഞായറാഴ്ച കുർബാന കാണുമ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ അച്ഛൻ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ ഇങ്ങനെ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഓവർ നമ്മൾക്ക് വേണ്ടത് സ്നേഹമാണ് ദൈവം എന്ന് പറയുന്നത്. സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടാവും. ഈശോ കുരിശുമേൽ ഇറങ്ങിക്കൊണ്ട് മരിച്ചത് അതാളുടെ സ്നേഹമാണ്. ദൈവത്തിൻ്റെ ശക്തി ഉണ്ടായിട്ടും നമ്മളോട് ആൾ സ്നേഹം കാണിച്ചു. എന്നാൽ നിങ്ങൾ കൊല്ലണം എന്നുണ്ടെങ്കിൽ കൊന്നു. പക്ഷേ ഇനിയുള്ള വരവിൽ തീരുമാനമായിരിക്കും. അന്ന് വർത്താനൊന്നുമില്ല. അന്ന് ആൾ ഇങ്ങനെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളത് ചെയ്യും. അന്ന് വിധി ദിവസം, അന്ന് അറിയാം ആരൊക്കെ സ്വർഗത്തേക്ക് ആരൊക്കെ നരകത്തിൽ. ഇതിപ്പോൾ ഉള്ള ടൈം, ജീവിച്ചിരിക്കുന്ന ടൈം. ഇന്നിപ്പോൾ നമ്മൾ എങ്ങനെ ജീവിച്ച് തീർക്കണോ അതിനനുസരിച്ചായിരിക്കും ദൈവം നമ്മളെ വിലയിരുത്തുക. അപ്പോൾ എന്തായാലും സ്നേഹം ഇമ്പോർട്ടൻ്റ് ആണ്. ലിമിറ്റഡ് സ്നേഹമല്ല. തന്നെ പോലെ തന്നെ അയൽക്കാരൻ സ്നേഹിക്കാൻ പറയും. നമ്മളെ സ്നേഹിക്കുന്ന പോലെ അയൽക്കാരെ സ്നേഹിക്കുക. അയൽക്കാർ പറയുമ്പോൾ ഭൂമിയിലുള്ളവരൊക്കെ നമ്മുടെ അയൽക്കാർ. ഇതിൻ്റെ പുറത്തുനിന്നൊന്നും ആരും വരുന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ നമ്മുടെ അയൽക്കാർ. ഒറ്റൊരു കുടുംബമായിട്ട് കണ്ട എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുക. അതുപോലെ തന്നെ കുർബാന സ്വീകരിക്കുക, ഈശോനെ സ്വീകരിക്കുക, പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സഹനങ്ങൾ വന്നാലും ദൈവത്തെ മറക്കാതെ ദൈവത്തെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് എത്താം. അപ്പോൾ എല്ലാവർക്കും സ്വർഗത്തിലേക്ക് എത്താം. അപ്പോൾ അങ്ങനെ എല്ലാവരും പരിശ്രമിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.